ഹായ് ഹലോ കൂട്ടുകാരെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കുറച്ച് ദിവസമായി അല്ലേ നമ്മൾ തമ്മിൽ കണ്ടിട്ടും സംസാരിച്ചിട്ടൊക്കെ. അപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടും പ്രയാസങ്ങളൊക്കെ ആയതുകൊണ്ടാണ് ഞാൻ വീഡിയോസൊന്നും ഇടാതിരുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് നമുക്ക് പുതിയൊരു വീഡിയോയിലോട്ട് നോക്കാം. മറ്റൊന്നുമല്ല, കണവ തോരൻ. ഇതിന് കൂന്തൽ എന്ന പേരും പല സ്ഥലങ്ങളിലും പറയുന്നുണ്ട്. നമ്മുടെ നാട്ടിൽ കണവ എന്നാണ് പറയുന്നത്. അപ്പോൾ എനിക്ക് കുറച്ച് ഫ്രഷ് കണവ ഇതുപോലെ മാർക്കറ്റിൽ പോയപ്പോൾ കിട്ടി. അപ്പോൾ ഞാനത് വൃത്തിയാക്കുന്ന രീതി മുതൽ ഞാൻ ഇടുകയാണ്. അപ്പോൾ 1-2 പേര് ഇതുപോലെ ചേച്ചി ഒന്ന് കാണിക്കുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഞാൻ കരുതിയെങ്കിൽ അതൊക്കെ ഒന്ന് വീഡിയോയിൽ കാണിച്ച് നിങ്ങൾക്കൊന്ന് ക്ലിയർ ആക്കാമെന്ന് കരുതി അങ്ങനെയാണ് ഞാനിത് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം കണവയുടെ ഇതെടുത്ത് നമ്മളതിൻ്റെ തല ഊരി, അതിൻ്റെ ഒരു നാക്കാണിത്, അതിനെ മാറ്റിയതിന് ശേഷം അത് ക്ലിയർ ആയിട്ട് എടുക്കണം. എല്ലാം ഇതുപോലെ ഇങ്ങനെ ഊരിയെടുക്കണം. അപ്പോൾ അതിൻ്റെ ആ കറുപ്പ് പൊട്ടാതെ വേണം നമ്മൾ ഊരിയെടുക്കാനുള്ളത്. അതിലൊരു കറുപ്പുണ്ട്. അതിന് കഴിഞ്ഞ് ഈ നാക്കിനെ ഊരി മാറ്റണം. എന്നിട്ട് അതിൻ്റെ പുറത്തിരിക്കുന്ന ആ കളർ പോലെ ഇരിക്കുന്നുണ്ട്, അത് നമുക്ക് ആവശ്യമില്ലാത്ത കേസാണ്. അതുപോലെ വൃത്തിയാക്കി എടുക്കണം. ചിലവർക്ക് അത് വയറിന് ശരിയാവത്തില്ല, അതുകൊണ്ടാണ് അങ്ങനെ അത് മാറ്റിയെടുക്കുന്നത്. അപ്പോൾ ഇതുപോലെ എല്ലാം എടുക്കുക. അതിനുശേഷം നമുക്കതെല്ലാം എടുത്ത് വൃത്തിയാക്കി അടുത്തത് തലയാണ്. അതിൻ്റെ മുകൾ വശത്ത് ഇതുപോലെ ഒരു സാധനം ഉരുണ്ടിരിക്കും, ഒരു മുത്ത് പോലെ. അത് നമുക്ക് വേണ്ടാത്തതാണ്, അത് കളയണം. അതുപോലെ തന്നെ താഴെ അറ്റത്ത് കറുപ്പുണ്ട്, കാണിച്ചു തരാം. ആ കറുപ്പ് പൊട്ടിയാൽ കൈ മുഴുവൻ അത് കറുപ്പ് സ്പ്രെഡാവും. ഇതൊരിക്കലും നമ്മുടെ വയറ്റിൽ പോകാൻ പാടില്ലാത്ത ഒരു സാധനമാണ്. അപ്പോൾ നമുക്കതും വൃത്തിയാക്കി അങ്ങനെ എടുക്കാം. അങ്ങനെ തലയുടെ മുകളിലുള്ള മണ്ടയിലുള്ള ഒരു തലയുടെ മുകൾ വശത്ത് വരുന്ന ഒരു കറുത്ത ഒരു ഉരുണ്ട ഒരു സാധനമാണ്. അത് നമുക്കതങ്ങ് മാറ്റുന്നതാണ് നല്ലത്. അത് നമ്മുടെ വയറിനത് അത്ര ഇതാവത്തില്ല. ചിലവർക്ക് കണവ തിന്നാൽ പെട്ടെന്ന് വയറിനൊക്കെ ഗ്യാസ് കയറലും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മാക്സിമം ഇതൊക്കെ നമ്മൾ വൃത്തിയാക്കി എടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ അത്രത്തോളം ക്ലിയറായിട്ട് തന്നെ കിട്ടും. അങ്ങനെ ഓരോന്നും അതുപോലെ ചെയ്താൽ മതി. അപ്പോൾ ഞാനതെല്ലാം വൃത്തിയാക്കി. ഇനി നമുക്ക് എല്ലാം കഴുകി ഞാൻ ഒരുവിധം എടുത്തു. എന്നിട്ട് ഇതിന് ഞാൻ കത്രിക കൊണ്ടാണ് കട്ട് ചെയ്തിരുന്നത്. റൗണ്ടിൽ തന്നെ ഇതുപോലെ ഇങ്ങനെ വൃത്തിയായിട്ട് കട്ട് ചെയ്ത് എടുക്കാം. ഈ കണവയും കൊഞ്ചുമൊക്കെ നമ്മളിങ്ങനെ വൃത്തിയാക്കുന്ന സമയത്ത് നല്ല ടൈം എടുത്ത് വൃത്തിയോടും ശ്രദ്ധയോടും ചെയ്യണം. കാരണം ചെറിയ ഒരു ഇത് മതി നമുക്ക് വയറിന് കേടുവരാനോ എന്തെങ്കിലുമൊക്കെ ഒരു ബുദ്ധിമുട്ട് വരുന്നത്. അതുകൊണ്ട് വളരെ ശ്രദ്ധയോടെ വേണം എല്ലാവരും അത് ചെയ്യാൻ. നമുക്ക് അത്രയും ശ്രദ്ധിക്കുമ്പോൾ നമുക്ക് നമ്മുടെ വയറിനും നമ്മുടെ ആരോഗ്യവും നല്ല സംരക്ഷണമായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ ഇതുപോലെ എല്ലാം വൃത്തിയാക്കി എടുത്തിട്ട് നമുക്ക് വരാം. ഇനി നമുക്ക് അടുത്തത് ഇതിൽ നോക്കാനുള്ളതെന്ന് വെച്ചാൽ ഇതിൻ്റെ നമ്മൾ ഊരിയെടുത്തല്ലോ, തലയുടേതാണ്. അപ്പോൾ അതിൻ്റെ മുകളിലുള്ള മണ്ടയുടെ ആ ഭാഗത്തുണ്ടായിരുന്ന ആ ചെറിയ മുത്തും താഴ്വശത്തുള്ള ആ കറുത്ത കരിയും മഷിയും നമ്മൾ മാറ്റിയിട്ടുണ്ട്. അപ്പോൾ അത് എങ്ങനെയാണെന്നുള്ളതും കൂടെ ഒന്ന് നമുക്ക് നോക്കാം. അതിനെ എടുത്തിട്ട് അതിൻ്റെ ആ അതിൻ്റെ ആ മുടി പോലെ കിടക്കുന്ന എല്ലാം ഒരു ഷേപ്പിനാക്കിയിട്ട് അങ്ങ് ഇട്ട് കൊടുക്കുന്നുള്ളത്. ചിലവർ അത് കട്ട് ചെയ്യാറില്ല, അതുപോലെ തന്നെ ഇടാറുണ്ട്. ചിലവർ ഇങ്ങനെ ഇതൾ പോലെ കിടക്കുന്നതിനെയൊക്കെ മുറിച്ച് കളയും. പക്ഷേ അത് മാംസം തന്നെയാണ്, അത് കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പിന്നെ ഒരു ചെറിയ ഷേപ്പ് മുടിയുടെ ലെവൽ വരുത്തുന്നത് പോലെ ഒന്ന് ഷേപ്പ് ചെയ്തിട്ട് കൊടുക്കുന്നേ ഉള്ളൂ. നല്ല ക്ലിയറായിട്ട് തന്നെ എടുത്ത് ഇടാം. അപ്പോൾ ഞാനിത് ഇന്ന് അത് വൃത്തിയാക്കിയെല്ലാം ഒരു ദിവസം വെച്ചിട്ട് പിന്നീട് അടുത്ത ദിവസമാണ് ഞാനിത് കറി ഉണ്ടാക്കുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ കണവ വാങ്ങുമ്പോൾ ഞാൻ സാധാരണ ചെയ്യുന്നത് അതിൻ്റെ കരിയും ഇതെല്ലാം എടുത്ത് ഇതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി നമ്മൾ വയ്ക്കുക. അപ്പോൾ വേറൊരു അതിലുള്ള ബെനിഫിറ്റ് എന്തെന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഒരു കറി ഉണ്ടാക്കണമെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാം. മറ്റത് ഇതെല്ലാം വൃത്തിയാക്കി എടുക്കണം, ഒരുപാട് സമയം വേണം. അതൊന്നാമത്തേത്. പിന്നെ രണ്ടാമത്തെ കേസ് എന്തെന്ന് വെച്ചാൽ നമ്മൾ ഈ മഷിയോട് കൂടിയൊക്കെ ഫ്രിഡ്ജിനകത്ത് വെച്ചിട്ട് എടുക്കുമ്പോൾ ഒരു സ്മെല്ല് ചിലപ്പോൾ ഫ്രിഡ്ജിലും ഉണ്ടാവാറുണ്ട്. നമുക്കത് ചിലവർക്കത് ഫീൽ ചെയ്യാറില്ല. പുറത്തുനിന്ന് ആൾക്കാർ വരുമ്പോഴാണ് നമ്മുടെ വീട്ടിൽ എന്തൊക്കെയാണ് ആ സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത് അവർക്കാണ് പെട്ടെന്ന്. നമ്മൾ സ്ഥിരം അവിടെ നിൽക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ അറിയാൻ പറ്റത്തുന്നില്ല.
അപ്പോൾ അതുകൊണ്ട് കണവയൊക്കെ വൃത്തിയാക്കി വെക്കുന്നതാണ് കുറച്ചും കൂടെ ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ഉത്തമം. അപ്പോൾ ഞാൻ സാധാരണ ഇതുപോലെ കണവയൊക്കെ കിട്ടുമ്പോൾ അതിൻ്റെ ഇതെല്ലാം കളഞ്ഞ്, ചിലപ്പോൾ ഇതുപോലെ കട്ട് ചെയ്യത്തില്ല, ചിലപ്പോൾ എല്ലാം കളഞ്ഞ് വൃത്തിയാക്കി അരിഞ്ഞെടുത്താൽ മതി എന്നുള്ള ആ ഒരു രീതിക്ക് വെക്കും. അപ്പോൾ ഇവിടെ ഏകദേശം കണവ ആദ്യം ഞാൻ എല്ലാം ഒരുവിധം കഴുകിയിട്ടാണ് അരിഞ്ഞത്. പക്ഷേ എങ്കിലും നമ്മളൊന്നും കൂടെ 2-3 വെള്ളം കഴുകി വൃത്തിയാക്കി വെള്ളമൊന്നും ഇല്ലാത്ത രീതിയിൽ ഊറ്റിയെടുത്ത് വേണം നമ്മൾ പാത്രത്തിനകത്താക്കി ഫ്രിഡ്ജിൽ വെക്കേണ്ടത്. ഞാനിപ്പോൾ ഇത് ഇന്ന് വെച്ചു. ഇനി 2 ദിവസം കഴിഞ്ഞ് കാരണം 2 ദിവസം എനിക്ക് നാളെ ഇനിയൊരു കല്യാണമൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായിരുന്നാലും നാളെ എടുക്കത്തില്ല. അപ്പോൾ അത് കഴിഞ്ഞ് 2-3 ദിവസത്തെ ഗ്യാപ്പ് ചിലപ്പോൾ മിക്കവാറും വരും. അപ്പോൾ അത് കഴിഞ്ഞ് എടുത്താൽ മതി എന്നുള്ള രീതിയിലാണ് ഞാൻ വെച്ചത്. പക്ഷെ കറക്റ്റ് 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ വെച്ചു. എനിക്ക് ഈ മീനെന്ന് പറഞ്ഞൊരു സംഭവം നല്ലപോലെ കഴുകി വൃത്തിയാക്കിയെങ്കിൽ എനിക്ക് എന്തോ ഒരു ദൂരമാണ്. അപ്പോൾ ഇവിടെ ഏകദേശം ഞാനെല്ലാം കഴുകി വൃത്തിയാക്കി നമുക്ക് വെള്ളമെല്ലാം തോർത്തി ഇതേപോലെ ഒരു പാത്രത്തിനകത്താക്കി നമുക്ക് അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇനി നമുക്ക് ഏത് സമയം വേണമെങ്കിലും നമ്മളൊന്ന് പാചകം ചെയ്യുന്നതിന് ഒരു അരമണിക്കൂർ മുമ്പ് നമ്മളെടുത്ത് വെള്ളം ഒഴിച്ച് വെച്ചാൽ മതി. അത് നല്ല ക്ലിയറായിട്ട് വന്നോളും. അപ്പോൾ ഇവിടെ ഇതെല്ലാം ഇതിനകത്താക്കി നമുക്കിനി അടച്ച് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ഇതൊക്കെ എനിക്ക് ലുലു മാളിലോ ഇതേപോലെ എവിടെയെങ്കിലുമൊക്കെ പോകുമ്പോൾ കിട്ടുന്ന ഫുഡൊക്കെ വാങ്ങുന്ന പാത്രമാണ്. ഞാൻ അതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. അതിലാണ് എടുത്ത് വെക്കുന്നത്. ഞാൻ കണവ തോരനാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 സവാള വേണം. അപ്പോൾ നമുക്ക് സവാള ചതുരം പോലെ അരിഞ്ഞെടുക്കണം. അതിനുശേഷം ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി ഇത്രയും വേണം. ഇതും കൂടെ നമുക്ക് ഇതിൽ അരിഞ്ഞെടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, 2 പച്ചമുളക്, ഒരല്പം വെളുത്തുള്ളി, ഇത്രയാണ്. ഇതും കൂടെ ഇതിനകത്തോട്ടിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന കണവയിലോട്ട് ഇത് അരിഞ്ഞ് വെച്ചിരിക്കുന്നതിനെല്ലാം ഇട്ടണം. കണവ കണ്ടപ്പോൾ ഒരുപാടുള്ളതുപോലെ തോന്നി, പക്ഷേ കട്ട് ചെയ്തൊക്കെ വന്നപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആ അരിഞ്ഞ് വെച്ചിരിക്കുന്ന കണവയിലോട്ട് ഇതിനെല്ലാം ചേർത്ത് നമുക്ക് വേവിക്കാനായിട്ട് ആദ്യം വയ്ക്കാം. വെള്ളം ഒന്നും ഒഴിക്കണം, കാരണം ഈ കണവയിൽ വെള്ളം ഊറി ഇറങ്ങും. ആദ്യമേ വെള്ളം ഒന്നും ഒഴിക്കേണ്ട. തോരനാകുമ്പോൾ നമുക്ക് അധികം വെള്ളം വേണ്ട, ഡ്രൈ ആയിട്ടിരിക്കുന്നതാണ്. ഇനി നമുക്ക് ഇതിലോട്ട് സവാളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ടു. ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പും ഒരല്പം മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് വേവിക്കാം. അത് 2 ഇടുന്നത് എന്തിനെന്ന് വെച്ചാൽ ഈ വെന്ത് വരുമ്പോൾ അല്ലെങ്കിൽ ഇതൊരുമാതിരി വെളുത്ത ഇതുപോലെ ഇരിക്കും. മറ്റേത് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് വേവിക്കുമ്പോൾ ആ ഒരു കളർ അതിനുണ്ടാവും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ ഉപ്പിട്ടു. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. ഒരു ചെറിയ തിള വരുമ്പോൾ തന്നെ ഏകദേശം ഇതിൽ നിന്ന് വെള്ളം ഊറി ഇറങ്ങും. അപ്പോൾ അല്ലാതെ അധികം നമ്മൾ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ അങ്ങനെ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഇതിനെ അടച്ച് വെച്ച് നമുക്ക് വേവിക്കാനായിട്ട് വെച്ചതിന് ശേഷം അരപ്പിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ തേങ്ങയും കുറച്ച് കൊച്ചുള്ളിയും മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇത്രയുമാണ്. ഇത്രയും എടുത്ത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കും പോലെ മിക്സിയുടെ ജാറിൽ ചെറുതായിട്ടൊന്ന് ഓട്ടിച്ചെടുക്കുക. അത്രയും മതി. അപ്പോൾ ഇവിടെ നമ്മുടെ കണവ ഏകദേശം നമുക്ക് വെന്ത് അടിയിലൊന്നും പിടിച്ചിട്ടില്ല. അതിൽ നിന്ന് വെള്ളം ഊറി ഇങ്ങനെ വരുന്നത്, കാരണം സവാളയിലേക്ക് വെള്ളം ഉണ്ടാവുമല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പും മഞ്ഞൾപ്പൊടിയും മാത്രമേ നമ്മളിപ്പോൾ ഇട്ടിട്ടുള്ളൂ. ഇനി ഇതിലേക്ക് നമുക്ക് തൊണ്ടൻ മുളകെന്നാണ് ഇവിടെ പറയുന്നത്. എൻ്റെ ഇവിടെ നമ്മളെ പച്ചക്കറി തോട്ടത്തിലുള്ളതാണ്. അതും ഒരു തക്കാളിയും കൂടെ അരിഞ്ഞതും കൂടെ ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. അതൊരു ചെറിയ ഇതായി കഴിഞ്ഞു. നമുക്ക് ഇതിൻ്റെ കൂടെ തന്നെ നമുക്കിവിടെ നമ്മൾ അരച്ച് ഇത് വെച്ചിട്ടുണ്ടല്ലോ, എന്തൊക്കെയാണ് തേങ്ങയൊക്കെ, അപ്പോൾ അതും കൂടെ ഇതിനകത്തോട്ട് ഇടാം. ഇട്ട് നമുക്ക് നന്നായിട്ട് ഇളക്കണ്ട. ആ അരപ്പ് ഇതിൽ കിടന്ന് ഇളക്കുന്നതിന് മുൻപ് ഒന്ന് വെന്ത് ഒരു പച്ചമണം മാറണം. നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ച് വയ്ക്കാം. ഒരു 5 മിനിറ്റ് അടച്ച് വെച്ചതിന് ശേഷം നമുക്കൊന്നും കൂടെ എടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കാം. വളരെ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഇതാണ്. പിന്നെ അരിഞ്ഞെടുക്കുന്നതിലും വൃത്തിയാക്കുന്നതിലുള്ള ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാ പേരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാം. നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളൊരു ഫുഡാണ്. ചോറിനോടൊപ്പം ഒക്കെ കഴിക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമല്ലോ.
അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോസും ഷോർട്സും ഒക്കെ കാണണം. എൻ്റെ ലൈവിലും എല്ലാവരും വരണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണുന്നത് വരെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞാനിന്ന് നിർത്തുന്നു. ഓക്കെ, ബൈ ബൈ, താങ്ക് യു.